ആ കാലത്ത് മറിയാം എഴുന്നേറ്റ് മലനാട്ടിലെ ഒരു യഹൂദിയ നഗരത്തിലേക്ക് ഉത്സാഹത്തോടെ പോയി സക്കറിയായുടെ ഭവനത്തിൽ പ്രവേശിച്ച് എലിശബായോട് സമാധാനം ചോദിച്ചു. മറിയമിന്റെ സമാധാനം കേട്ടപ്പോൾ എലിശബായുടെ ഉദരത്തിലെ പ്രജ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എലിശബ പരിശുദ്ധാത്മാവോട് നിറഞ്ഞ് അത്യുച്ചത്തിൽ മറിയമിനോട് പറഞ്ഞു, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുവാനുള്ള ഈ ഭാഗ്യം എനിക്കെങ്ങനെ ഉണ്ടായി? നിന്റെ സമാധാന ശബ്ദം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ എന്റെ ഉദരത്തിലെ പ്രജ വലിയ സന്തോഷത്തോടെ തുള്ളിച്ചാടി. കർത്തൃസന്നിധിയിൽ നിന്ന് അരുളി ചെയ്ത കാര്യങ്ങൾ നിവൃത്തിയാക്കപ്പെടുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയാം പറഞ്ഞു, എന്റെ ദേഹി കർത്താവിനെ സ്തുതിക്കുന്നു, എന്റെ ആത്മാവ് രക്ഷിതാവായ ദൈവത്തിൽ ആഹ്ലാദിച്ചു. എന്നാൽ അവൻ തന്റെ ദാസിയുടെ താഴ്മയെ നോക്കിക്കണ്ടിരിക്കുന്നു. കണ്ടാലും ഇതുമുതൽ സർവ്വതലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. എന്തെന്നാൽ സർവശക്തനും പരിശുദ്ധനുമായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. അവനെ ആശ്രയിക്കുന്നവരുടെ മേൽ അവന്റെ കരുണ തലമുറകളായും വംശങ്ങളായും ഉണ്ടാകും. അവൻ തന്റെ ഭുജം കൊണ്ട് ജയം നേടി ഹൃദയവിചാരത്തിൽ അഹങ്കരിച്ചിരുന്നവരെ ചിതറിച്ചു. ബലവാന്മാരെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി താഴ്മയുള്ളവരെ ഉദ്ധരിച്ചു. വിശന്നിരുന്നവരെ നന്മകൾ കൊണ്ട് തൃപ്തിപ്പെടുത്തുകയും സമ്പന്നന്മാരെ വെറുതെ അയക്കുകയും ചെയ്തു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും അവന്റെ സന്തതികളോടും അരുളി ചെയ്ത പ്രകാരം അവൻ നിന്റെ കരുണയെ സദാ ഓർത്തുകൊണ്ട് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. അനന്തരം മറിയം 3 മാസത്തോളം എലിശബായുടെ അടുക്കൽ താമസിച്ചിട്ട് സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചുപോയി. ബാറഖ്മോർ, നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.